സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് സമസ്ത. മദ്രസ തല കൺവെൻഷനുകൾ മുതൽ സെക്രട്ടേറിയറ്റ് മാർച്ച് വരെ നടത്താനാണ് തീരുമാനം. ധിക്കാരപരമായ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരപ്രഖ്യാപന കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ കൂടിയാലോചിച്ച് തീരുമാനം എടുക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് സമസ്ത. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടും അനുകൂല സമീപനമില്ലാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. സെപ്റ്റംബർ 30 സെക്രട്ടേറിയറ്റ് മാർച്ച് വരെ നീളുന്നതാണ് പ്രക്ഷോഭ പരിപാടികൾ. കോഴിക്കോട് ചേർന്ന സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമര പ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം. മഹാന്മാരായ നമ്മുടെ നേതാക്കളോടും അതുപോലെ തന്നെ നമ്മുടെ മേൽഘടകമായിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിലും വെച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ പരിപൂർണമായ പിന്തുണയോടുകൂടെയാണ് ഈ പ്രതിഷേധ പ്രഖ്യാപന സംഗമം നമ്മൾ ഇവിടെ തീർത്തിയിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സമസ്ത സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തിയ സമര പ്രഖ്യാപന കൺവെൻഷൻ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം ലീഗ് ആലോചിച്ച് വ്യക്തമായ തീരുമാനത്തിലെത്തുമെന്നും സമസ്തയുടെ പ്രതിഷേധം ന്യായമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം 10,000-കണക്കിന് മദ്രസകൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അവരുടെ മദ്രസ പഠന സമ്പ്രദായത്തിന് അത് ഭംഗം വരുത്തും, ദോഷം വരുത്തും എന്നുള്ളത് കൊണ്ടാണ് അവരെ ചെയ്യുന്നത്. ഞങ്ങളത് തെറ്റ് കാണുന്നില്ല. സമസ്തയുടെ മദ്രസകളിൽ മാത്രം 12 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ സമയമാറ്റം ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മതപഠനത്തെ ബാധിക്കുമെന്നാണ് സമസ്തയുടെ നിലപാട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.